ഞാൻ പറയട്ടെ ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇത്രയും നേരം ചോദ്യമല്ലേ ഞാൻ പറയാനുള്ളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ട എന്ന്. ബാക്കി മാധ്യമപ്രവർത്തകർക്ക് തീരുമാനിക്കാം. അത് തീരുമാനിക്കാം. അത് കൈരളിയുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കാര്യമില്ലേ? പത്രസമ്മേളനം എന്ന് പറഞ്ഞ ഒരു രീതിയില്ലേ? മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞൊരു രീതിയില്ലേ? മാധ്യമ സമ്മേളനത്തിൽ പറയാൻ വന്ന ആളുകൾക്ക് പറയണ്ടേ? അത് ഞാൻ പറയട്ടെ. അപ്പോൾ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ, ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടോ? ആ ആർഗ്യുമെൻ്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. ഹൂ കേഴ്സ്? ഒരു യുവ കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിട്ട് ആ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിൽ നാളുകളായി ഇരുത്തി വച്ചിട്ട് ഇതൊക്കെ ലോകം അറിഞ്ഞിട്ട് അതിന് ഇരയായ നടി ലോകത്തിൻ്റെ മുന്നിൽ സൂചനകൾ വിളിച്ചു പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നേതാവിൻ്റെ പടമടിച്ച് തേച്ചൊട്ടിച്ച് ഭൂമി മലയാളത്തിലെ പത്ര മുത്തശ്ശിമാർക്ക് മുന്നിൽ വച്ചിട്ട് ഇതാണ് മറുപടി. ഇപ്പോൾ രാജിവെച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹൂ കേഴ്സ്? ഇതാണ് ഇങ്ങനെ ഒരു ആരോപണം CPIM-നെതിരെയോ ഇതിൻ്റെ 4:1 പരാതിയുടെ മുള്ളിയാൽ തെറിച്ച കഷ്ടം PB യോഗം നടക്കുന്ന ഹാളിൻ്റെ 1.5 കിലോമീറ്റർ അകലത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പോക്കറ്റിലിട്ട് നടന്നാലോ എന്ത് സംഭവിക്കും എന്ന ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നത്. അഭിമുഖങ്ങളും ബ്രേക്കിംഗ് മണിക്കൂറുകളുമാക്കി പ്രത്യേക ചർച്ചകൾ നടത്തുന്ന നെറ്റ്വർക്കുകൾക്കൊക്കെ മാളത്തിൽ ഒളിക്കാനായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ ചിന്ത. ഹൂ കേഴ്സ്? ഞരമ്പ് രോഗം മൂലം നാട്ടിൽ ഒരു പെണ്ണിനും ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ആഭാസം കളിച്ച് നടക്കുന്നവനെയൊക്കെ പാലക്കാട് ചുരം കിടക്കാൻ വിടാതെ ബിംബങ്ങളാക്കി ജനപ്രതിനിധിയാക്കി അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തായാലും ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്നത് നിങ്ങളെയൊക്കെ ഹൂ കേഴ്സ് എന്നാണ്. പെണ്ണിൻ്റെ പരാതി മുക്കി വേട്ടക്കാരനൊപ്പം ഓടുന്ന സതീശനും സണ്ണി ജോസഫും രാഹുലിന് സ്വയം രാജിക്ക് അവസരമൊരുക്കി. ഇന്ന് പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്ത ഒരുത്തൻ്റെ താളത്തിന് തുള്ളി ആരോപണ വിധേയനോട് മാറി നിൽക്കാൻ പറയാനുള്ള കേവല മര്യാദ പോലും കാണിക്കാതെ സ്ത്രീകളോട് അപമര്യാദ കാണിച്ചു എന്നതിനപ്പുറം ഒരു പെണ്ണിൻ്റെ ജീവൻ അപകടത്തിലാകും വിധം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതും ഭ്രൂണാവസ്ഥയിലെത്തിയ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചതും ഒരുത്തൻ ആണ് എന്ന പരാതി പോലും കണക്കാക്കാതെ പുറത്താക്കേണ്ട കോൺഗ്രസ്, ആ കോൺഗ്രസ് നേതൃത്വം ഇനി ജനങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? സ്ത്രീകളോട് എങ്ങനെ വോട്ട് ചോദിക്കും? പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്കും കൂട്ടർക്കും എന്ത് സുരക്ഷിതത്വം നൽകും? ഹൂ കേഴ്സ് എന്ന് അപ്പോഴും ചോദിക്കുന്ന ഇവരോടൊക്കെ തിരിച്ച് മുഖത്ത് നോക്കി ന്യൂസ് ആൻഡ് വ്യൂസ് പറയുന്നു, വി കെയർ. ജനങ്ങൾ ചോദിക്കും. ഒരു നടിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന കുറ്റം, അതെല്ലാം നേരിട്ട് ഒരു യുവ കോൺഗ്രസ് MLA-ക്കെതിരെ പക്ഷേ പാർട്ടിയുടെ പ്രതികരണം എന്തായിരുന്നു? ഹൂ കേഴ്സ്? സ്വന്തം വീട്ടിലെ സ്ത്രീ പീഡന പരാതികളെയും മാസങ്ങളോളം അടച്ചുവെച്ച് നേതൃത്വം ഇന്ന് ജനങ്ങളോട് മുഖം കാണിച്ചത് എങ്ങനെയാണെന്ന് ഈ രാത്രിയിലൊന്ന് ഓർത്തു നോക്കുക. CPIM-നെതിരെ ചെറുതായാലും ആരോപണം വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം തിരിഞ്ഞു കുത്തുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു വി കെയർ. ഇന്നത്തെ അതിഥികൾ അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, ഇടതു നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ, ആക്ടിവിസ്റ്റും നടിയുമായ ഗായത്രി വർഷ, ഒപ്പം എഴുത്തുകാരി ഹണി ഭാസ്കരൻ എന്നിവർ.
ഏറ്റവും ആദ്യം ഒരു അല്പസമയം ഹണി ഭാസ്കരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ദുബായിലാണ് ഹണി ഭാസ്കരൻ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഹണി ഭാസ്കറിലേക്ക് പോയിട്ട് വരാം. ഹണി ഭാസ്കരൻ, കഴിഞ്ഞ ദിവസങ്ങളായി ഹണി ഭാസ്കരനെ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട് നമ്മളൊക്കെ. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി കണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന്. പ്രതികരണം എന്താണ്? ഞാൻ ഈ വിഷയത്തില് കൃത്യമായിട്ട് അടുത്ത് മുൻപോട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് സംഘാടകത്വം അല്ലെങ്കിൽ അധികാരം, കൂടുതൽ വിശാലമായിട്ട് മനുഷ്യർക്ക് ഇടപെടാനുള്ള ഇടങ്ങള്, ചൂഷണങ്ങൾക്ക്, സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മനുഷ്യരോട് എനിക്ക് കടുത്ത എതിർപ്പുണ്ട്. രാഷ്ട്രീയത്തില് ഇത്തരത്തില് സ്ത്രീകളെ ചൂഷണം ചെയ്യുക വളരെ എളുപ്പവുമാണ്. പല രീതിയിൽ, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു ഉന്നത നേതാവിന്റെ അടുത്തൊക്കെ പല ആവശ്യങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടാവും, അതില് സ്ത്രീകളുണ്ടാവും. അപ്പം ഇയാളുടെ ഇത്തരം രാഷ്ട്രീയ പദവി ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഐ മീൻ ഒരു സാധാരണക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന്, ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് റിസർവ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾക്ക് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സമീപിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരാള് ഇത്രയധികം സ്ത്രീകളെ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്ന് പല വിധത്തിലെ പല വാർത്തകൾ വന്നിട്ടും അയാള് നല്ല പയറുമണി പോലെ ഇരുന്നിട്ട് ഹൂ കേസ് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീകൾക്കൊക്കെ എതിരെ നോക്കിയിട്ട് ഇളിഭ്യ ചിരിക്കുന്ന ഒരു സമയത്താണ് കൃത്യമായിട്ട് 2 ദിവസം മുൻപില് ഞാനുമായിട്ട് ജൂൺ 9 നടന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനെ ഇയാള് ഇത്തരത്തിലുള്ള കൂട്ടങ്ങൾക്ക്, ഇയാളെ പോലത്തെ തന്നെ മെന്റാലിറ്റിയുള്ള ആൺകൂട്ടങ്ങൾക്ക് ഇടയിലിരുന്നിട്ട് വശീകരിച്ച കഥ ഞാൻ അറിയുന്നത്. ഒരു 2 ദിവസം മുൻപ് വരെ എനിക്ക് രാഹുൽ മാങ്കൂട്ട വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാള് എന്റെ അടുത്ത് ജൂൺ 9 നടത്തിയ സംഭാഷണം എന്ന് പറയുന്നത് ശ്രീലങ്കൻ യാത്രയെ കുറിച്ച് എന്നോട് ചോദിച്ചുകൊണ്ടാണ്. വളരെ മാന്യമായ രീതിയിൽ അയാൾ പല കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് റിപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം രാവിലെയും ആ കോൺവെർസേഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്കെന്തോ അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം അയാൾക്ക് വീണ്ടും എന്നോട് ചാറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കാനാണ് അയാൾ തുനിയുന്നത് എന്ന്. കാരണം രാത്രിയിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തിട്ട് വീണ്ടും രാവിലെ അതിന്റെ റിപ്ലൈ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇയാൾ വളരെ മാന്യമായി നടന്ന ആ കോൺവെർസേഷനെ കുറിച്ചിട്ട് ഇയാളുടെ സർക്കിളിൽ പോയിട്ട് യൂത്ത് കോൺഗ്രസിലെ ഇയാളുടെ ചങ്കുകളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇടയിൽ പോയിട്ട് ഇയാൾ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം, ഒന്ന്, ഞാൻ അയാളോട് അങ്ങോട്ട് ചാറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് പതിവാണെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വൃത്തികെട്ട കാര്യം, ഇയാൾ ആളാവാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് അവരോട് ഇത് ഹണിയോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ചാറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇയാള് സ്ത്രീകളെ ചൂഷണം ചെയ്യുക മാത്രമല്ല, ഇപ്പം ഇന്ന് ഒരു സ്ത്രീ അബോർഷനുമായിട്ടുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ട് അവരുടെ ഒരു വോയിസ് നോട്ട് വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ ഞാനുമായിട്ട് എതിർ രാഷ്ട്രീയത്തിലുള്ള ഒരാളായിരുന്നിട്ട് പോലും ഒരു ഹെൽത്തിയായ കോൺവെർസേഷനെ പോലും ഇയാൾക്ക് ഇത്തരത്തിൽ വക്രീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒപ്പം ചേർന്ന് നടന്നിട്ടുള്ള സ്ത്രീകൾ, ഇയാളുടെ സ്നേഹത്തെയോ ഇയാളുമായിട്ടുള്ള ബന്ധത്തെയോ വിശ്വസിച്ച് സ്വകാര്യത പങ്കിട്ടിട്ടുള്ള സ്ത്രീകൾ, ഇവർക്കൊക്കെ എതിരെ എത്ര മോശമായ രീതിയിലായിരിക്കും ഇയാള് ഇത്തരത്തിലുള്ള സർക്കിളിൽ ചെന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യത്തിനും കൂടെ ക്ലാരിറ്റി വരുന്നത്. പല സ്ത്രീകളും ഇയാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് പല സ്ത്രീകളും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തതും കേസിന് പോവാത്തതും ഇത്തരത്തിലുള്ള ഭയങ്ങൾ കൊണ്ടാണ്. ഇയാള് പല രീതിയിലുള്ള തെളിവുകൾ ചിലപ്പം എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇന്നിപ്പം എനിക്കെതിരെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് രാഹുൽ പറഞ്ഞ മറുപടി, അവരുമായിട്ട് വൃത്തികെട്ട ചാറ്റ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ എന്നുള്ളതാണ്. ഞാനുമായിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചല്ല എനിക്ക് പരാമർശിക്കാനുള്ളത്, അതിനെ അയാൾ എങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ അയാൾ പറയുന്നത് അവിടെയും എനിക്ക് കാണാൻ പറ്റുന്ന, അയാളുടെ പ്രതികരണത്തിൽ പോലും വീണ്ടും കാണാൻ പറ്റുന്നത് ഹൂ കെയേഴ്സ്, അവര് പോയി പരാതിപ്പെടട്ടെ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പരാതിപ്പെടാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഹണി ഭാസ്കറിന് ഇല്ലല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനും എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എന്നെ പോലത്തെ സ്ത്രീകൾക്കില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, ഇന്നലെ ഞാൻ ഉന്നയിച്ച വിഷയത്തില്
എനിക്ക് പരാതിയുമായിട്ട് മുൻപോട്ട് പോകാനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഇയാളുടെ ഇത്തരം സ്വഭാവം എന്റെ അടുത്ത് വന്ന് കൺവേ ചെയ്യുന്നത്, എന്നോട് റിവീൽ ചെയ്യുന്നത് സഖാക്കളോ മറ്റ് ഇതര രാഷ്ട്രീയക്കാരോ അല്ല. അയാൾക്ക് ചുറ്റുമുള്ള അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അയാളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സുഹൃത്തുക്കളാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞാനുമായുള്ള സൗഹൃദത്തിന് സുഹൃത്താണ് എന്നോട് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ എനിക്കറിയാം. കാരണം മുൻപ് ഒരിക്കൽ എൻ്റെ ഒരു പെൺസുഹൃത്തിന്റെ അടുത്ത് ഡൽഹിയില് കർഷക സമരം നടക്കുന്ന സമയത്ത് ഇയാൾ പോയിട്ട് പറയുന്നുണ്ട്, നമുക്കും പോണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഈ സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറെ പേര് ഒരുമിച്ച് പോകാനുള്ള പ്ലാനാണെന്ന് വിചാരിച്ചിട്ട് ഇവര് പറഞ്ഞു ശരി നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മറുപടി എന്ന് പറയുന്നത് അല്ല, നമുക്ക് മാത്രമായി ഒന്ന് പോണം എന്നുള്ളതായിരുന്നു. അവര് ഇയാളെ ആട്ടിവിട്ടു. അവരെന്റെ സുഹൃത്താണ്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ തന്നെ ഈ വിഷയം പരാതിയായിട്ട് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ അടുത്താണ്. അന്ന് രാഹുൽ മാങ്കൂട്ടം നേതാവായിട്ടില്ല. അപ്പം ഈ സ്ത്രീ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ഇടപെടുന്ന ഒരിടമാണിത്, രാഹുലിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു രീതിയിലും ഇത്തരത്തിലുള്ള മനുഷ്യരെ വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിൽ നിന്ന് നേരിട്ട ഈ അനുഭവം ഷാഫിയോട് പറയുന്നുണ്ട്. ഷാഫിയ പരാതി ഗൗനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ സ്ത്രീയെ പിന്നീട് രാഷ്ട്രീയപരമായി തള്ളിത്താഴെയിടുന്നുണ്ട്. കൂടാതെ എന്റെ MA ഷഹനാസ് എന്ന് പറയുന്ന രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഷഹനാസിനെയും വേറൊരു രാഷ്ട്രീയക്കാരനെയും ചേർത്തിട്ട് വീഡിയോയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളും ഉണ്ടാക്കിയതിനെതിരെ ഷഹനാസ് ഒരു പരാതി ഷാഫിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിലും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. കൂടാതെ ശോഭ സുബിൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ മറ്റൊരു സ്ത്രീ പരാതിപ്പെട്ടു. അവർക്ക് വേണ്ടിയിട്ടും ഒരു നടപടിയും ഷാഫി എടുത്തിട്ടില്ല. മാത്രമല്ല ഈ സ്ത്രീകളൊക്കെ നേരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് താഴേക്ക് വരികയും ഇത്തരം മോശം ആറ്റിറ്റ്യൂഡുള്ള രാഹുലിനെ പോലെയുള്ള മനുഷ്യർ പിന്നെ നേതാവാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്തരം കാര്യങ്ങൾ കൂടെ എന്റെ അറിവിലിരിക്കെ എനിക്ക് ഇപ്പം എന്നോട് ഈ കാര്യം യൂത്ത് കോൺഗ്രസിൽ നിന്ന് കൺവേ ചെയ്തിട്ടുള്ള എന്റെ പെൺസുഹൃത്തിനെ കുറിച്ച് എനിക്ക് റിവീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് മാത്രമാണ്. കാരണം അവർ ആ പാർട്ടിയിലുള്ള ആളാണ്. ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവർക്കൊരു രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ ഉണ്ട്. ഇവരുടെ പേര് വെളിപ്പെടുന്നതോട് കൂടിയിട്ട് ഈ കൂട്ടങ്ങളെല്ലാം കൂടെ അവരെ തള്ളി താഴെയിട്ട് കളയും. ആ വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് എതിരെ ഒരു പരാതിയായിട്ട് പോവാത്തതും ഞാൻ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്തതും. അതിന്റെ അർത്ഥം ഞാൻ അവരുടെ പേര് പറയുന്നില്ല എന്നതിന്റെ അർത്ഥം ഇയാള് മാന്യനാണെന്നോ ഞാൻ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല. പുറത്തുള്ള ഒരു പാർട്ടിക്കാരനായിരുന്നു എന്നോട് ഇതൊന്നും പറഞ്ഞിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പേര് പറയുമായിരുന്നു. ഞാൻ ഈ വിഷയത്തിൽ നേരിടുന്ന ഏക സങ്കടം എന്ന് പറയുന്നത് ഇതാണ്. ഹണി ഭാസ്കർ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഒന്ന് പോയിട്ട് വരുന്നത് വരെ താങ്കൾക്ക് ഒന്ന് സ്റ്റേ ചെയ്യാമെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ പ്രേംകുമാർ ഗായത്രി വർഷയിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഡോക്ടർ പ്രേംകുമാർ നോക്കൂ, ഇതെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു യൂത്ത് കോൺഗ്രസ്സിനകത്ത് ആളുകൾക്ക് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പോൾ ഹണി ഭാസ്കരൻ പറഞ്ഞതുപോലെ അതിനകത്തുള്ള സ്ത്രീകൾ ഈ ഹണിയോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പേര് വെച്ച് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും അതിനകത്ത് ആളുകളുണ്ട്, സമരങ്ങളിൽ പങ്കെടുക്കാൻ നേതാക്കളോടൊപ്പം പോകുന്ന ആളുകളുണ്ട്. ഇതെന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ളതും ഇന്നൊരു രാജി നമ്മൾ കണ്ടല്ലോ, ആ രാജിയിൽ കണ്ട ആ ഒരു നാടകീയതയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നത്? പ്രിയപ്പെട്ട ലാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ കൈരളിയുടെ പ്രേക്ഷകർ ഞാൻ പറയുമെന്ന് വിചാരിക്കുന്നതിൽ നിന്ന് കുറച്ച് വിഭിന്നമായൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ സാധാരണ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇൻവോൾവ് അല്ലാത്ത വിഷയങ്ങളെ പറ്റിയിട്ടായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഏകദേശം 1.5 മാസക്കാലമായിട്ട് ഞാനും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ജൂലൈ മാസം അവസാനത്തിലാണ് ഞാനിതിനെപ്പറ്റി FBയിൽ ഒരു കാര്യം എഴുതുന്നത്. അതിനുശേഷം എനിക്കെതിരെ അതിഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷത്തെ ആളുകളെ പറ്റിയാവുമ്പോൾ സൈബർ അറ്റാക്ക് എന്ന് നിങ്ങൾ ജേർണലിസ്റ്റുകൾ പറയില്ല എന്നുള്ളത് വാർത്തയായി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഒന്നും കൂടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ലാൽ ഇവിടെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നത് പോലെ കോൺഗ്രസ് മൊത്തം നശിച്ചു പോയി എന്നുള്ള രീതിയിൽ ഈ ഇൻസിഡൻറ്റ് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ?
ഞാൻ അന്ന് വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ, അതായത് ആദ്യമായിട്ട് 5 വർഷം മുമ്പ് എന്നേക്കാൾ 4 വയസ്സ് പ്രായമുള്ള, എനിക്ക് 52 വയസ്സായി, എന്നേക്കാൾ 4 വയസ്സ് പ്രായമുള്ള VD സതീശനേക്കാൾ സീനിയറായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വളരെ വളരെ ബഹുമാനിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നോട് ആദ്യമായിട്ട് ഈ ചങ്ങാതിയുടെ പെർവേഷനെ പറ്റി പറയുന്നത്. അവരെന്നോട് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ ഇവന് എന്നാണ്. അന്ന് മുതൽ ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അതിനുശേഷം പലതവണയായി കേട്ട് നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളായിരുന്നു ഞാൻ എഴുതിയത്. എഴുതുമ്പോൾ സ്വാഭാവികമാണ് ഞാൻ വിചാരിച്ചത് കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം എന്നെ ഭയങ്കര ശത്രുവായി കാണും, എനിക്കെതിരെ വരുന്നുള്ളൊക്കെയാണ്. പക്ഷേ സർപ്രൈസിംഗ് ആയിട്ട് പറയട്ടെ, കോൺഗ്രസിന്റെ ടോപ്പ് ലീഡർഷിപ്പിൽ നിന്ന് വനിതാ പ്രവർത്തകരിൽ നിന്ന്, KPCCയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള ആളുകളിലേക്ക് നിന്ന്, AICCയിൽ വരെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വളരെ കൃത്യമായ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പം ഞാൻ നാളെ ഇപ്പം ഈ ചർച്ചയിൽ ഞാൻ പേര് പറയില്ല എന്നുള്ള ഉറപ്പ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയിൽ കോൺഗ്രസ്സുകാർക്ക് പോലുമുള്ള ഉറപ്പ് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഈ മുഴുവൻ ക്രിമിനൽ ആക്ടിവിസ്റ്റിനും കൂടെയുള്ള ഷാഫി പറമ്പിലിനെ പോലെ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി തെറി വിളിക്കാൻ ഇറങ്ങുന്ന KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിനെ പോലുള്ളവർക്കെതിരെ കോൺഗ്രസിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന, പക്ഷെ പുറത്തു പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത വലിയൊരു നിര ആ പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്ന നാളുകളാണ്. അവരുടെയും കൂടെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ റിനി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഴുവൻ ലീഡേഴ്സുമായിട്ടും വളരെ അടുത്ത് ബന്ധമുള്ള ആ കുട്ടി ആവർത്തിച്ച് പറയുന്നു, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രസ്ഥാനമാണ്, മുഴുവൻ നേതാക്കളും എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ളത്. അത്തരത്തിലുള്ളൊരു ശുദ്ധീകരണ പ്രക്രിയ അതിനുള്ളിൽ നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ ഇൻഫർമേഷൻ കേൾക്കുമ്പോഴും പേടിക്കുകയാണ്, ഭയക്കുകയാണ്. കാരണം ലോകത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കൂടെ പ്രവർത്തിക്കുന്ന ഒരു നടിയെ റേപ്പ് ചെയ്യാൻ, എന്നിട്ട് അവൾ സഹകരിക്കുന്ന പോലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു ക്രിമിനലിന് കൊട്ടേഷൻ കൊടുത്തത് ഒരു മലയാളിയായിരുന്നുവെന്ന്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തള്ളി താഴെയിട്ട് ട്രാക്കിൽ ഇട്ടതിന് ശേഷം ഒറ്റ കൈകൊണ്ട് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് റേപ്പ് ചെയ്തതിന് ശേഷം കല്ലുകൊണ്ട് കുത്തി കൊന്ന സംഭവം നടന്നത് കേരളത്തിലാണ്. ഇന്നിതാ കേൾക്കുന്നു, നമ്മുടെ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാള് ഒരു ട്രാൻസ്ജെൻഡർ യുവതിയോട് പറയുന്നത് കേരളത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്ന്. പക്ഷെ ഒരു കാര്യത്തിൽ അയാൾ വളരെ സമർത്ഥനാണ്, കേരളത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് എന്ന് അയാൾക്കറിയാം. കേരളത്തിൽ വെച്ച് ഇത് നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം. അയാളുടെ എല്ലാ സൈക്കോപ്പതിയുടെയും പുറത്ത്, അയാളുടെ എല്ലാ പെർവേഷൻ്റെയും പുറത്ത് അഴിക്കുള്ളിലാകുന്നതിനെ പറ്റിയുള്ള അയാളുടെ ജാഗ്രതയുണ്ട്. പരാതി പറയുന്ന പെൺകുട്ടികളോട്, സ്ത്രീകളെ ഒരു മനുഷ്യ ജന്മം എന്നുള്ള രീതിയിൽ പോലും കാണാത്ത രീതിയിൽ പ്രതികരിക്കുന്ന അത്ര സൈക്കോപ്പതിക്കായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ചുറ്റും കേരളത്തിലെ മൊത്തം മാധ്യമങ്ങൾ അണിനിരന്ന് നൽകിയ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയും കൂടി അവെയർ ആയിക്കൊണ്ട് തന്നെയാണ്, നിങ്ങൾക്ക് സംശയം വേണ്ട, FBയിലാണ് ഞാനും ഇന്നലെ അതേപോലെ ഹണി ഭാസ്കറും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പം കാണുകയായിരുന്നു, ഇന്ന് പകല് മുഴുവൻ ഹണി ഭാസ്കറിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള അതിഭീകരമായ സൈബർ ക്യാമ്പയിൻ നടത്തുകയാണ്. അത് മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും തലയിൽ ഞാൻ ഇടില്ല. കോൺഗ്രസ്സിലുള്ള ഇതുപോലുള്ള സൈക്കോപാത്തുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്, പെർവേർട്ടായ ആളുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ഷാഫി പറമ്പിലിന്റെ ഫോട്ടോ കോപ്പിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററാണ് ഷാഫി പറമ്പിലിന്റെ ഒരുപക്ഷെ KSUവിൽ ആദ്യകാലം മുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ രാഹുലിനെ പോലെ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അയാൾ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊരൊറ്റ മീഡിയയും ചർച്ചയ്ക്കെടുക്കാത്തൊരു വിഷയം എന്താണെന്നറിയോ? ഇന്നലെ രാത്രിയിലെ ഇന്റർവ്യൂവിൽ ഹണി ഭാസ്കറാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നത്. ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കുമെന്ന്. ആ കൂട്ടത്തിൽ നമ്മൾ കേട്ട പേരാണ് ഷാഫി പറമ്പിലെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് മാത്രമല്ല, ഷാഫി പറമ്പിലിന്റെ പേര് കൂടെയാണ് കേട്ടിട്ടുള്ളത്. ഇയാൾ എന്തെടുക്കുകയായിരുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതാ ഞാൻ പറയുന്നത്, കോൺഗ്രസിനുള്ളിൽ ഈ കാര്യങ്ങളെ എതിർക്കുന്ന സ്വന്തം കരിയറും പൊളിറ്റിക്കൽ ഭാവിയും ഒക്കെ തകരാറിലാവുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനോടകം ഇവർ ഈ ഗ്രൂപ്പ് ചവിട്ടി താഴ്ത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ട്
ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു 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 കൂട്ടം കോൺഗ്രസിനുള്ളിലുണ്ട്. അത് നമ്മുടെ കേരളം, ഈ ലോകം ഈ കഴിഞ്ഞ കാലം കൊണ്ട് നേടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ മുന്നേറ്റത്തിന്റെ റിഫ്ലക്ഷൻ, ഏറ്റവും മോശമെന്നൊക്കെ നമ്മൾ കരുതുന്ന പാർട്ടികൾക്കുള്ളിൽ പോലും എത്ര ഗംഭീരമായ ചേഞ്ചസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇങ്ങനെയുള്ള ആളുകൾ നിയമസഭയിൽ ഉണ്ടാവരുതെന്നല്ല, രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുതെന്നല്ല, ചാനൽ ചർച്ചയിൽ ഉണ്ടാവരുത് എന്നല്ല, സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, അമ്മമ്മമാർക്ക്, ഞാൻ വെറുതെ പറയല്ല, അമ്മമ്മമാർക്ക്, പരാതിക്കാരികളിൽ എന്താ പറയുക, കരഞ്ഞുകൊണ്ട് സത്യം വിളിച്ചു പറയുന്ന സ്ത്രീകളിൽ അമ്മൂമ്മമാർ വരെയുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടെ KSU കാലത്ത് പ്രവർത്തിച്ച കുട്ടികളുടെ അമ്മമാർ വരെയുണ്ട്. അത്ര ഭീകരമാണ് കാര്യം. ഇത് കൃത്യമായ ചികിത്സ വേണ്ടുന്ന കാര്യമാണ്. അതിന് ഞാൻ ഇപ്പോഴും പറയുന്നു, കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഒറ്റ മിനിറ്റ് ഹണി ഭാസ്കർ ഉണ്ടല്ലോ അല്ലേ? ഹണി ഭാസ്കരൻ, ഒറ്റ മിനിറ്റ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ രോഗിയായ ഇവൻ്റെയൊക്കെ എന്നുള്ള രീതിയിൽ പറയേണ്ട ഘട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ ചികിത്സ നടത്താം. പക്ഷേ ഈ രോഗികളെ വല്ലാതെ പുകഴ്ത്തി പൊക്കി വെച്ച് ബിംബങ്ങളാക്കി വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവരെ എല്ലാം ആക്കി മാറ്റുന്നവരുണ്ടല്ലോ. ഷാഫിയുടെ കൈ കൊടുത്ത് വളർത്തി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കൈപിടിച്ചു ഉയർത്തുന്നവരുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ പരാതികൾ ഒന്നും ഗണിക്കാതെ വിടുന്നവർ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകം, ഇനിയും പുറത്തു വരാത്ത പാതകം, ഒരു ഷാഫിയിൽ ഒതുങ്ങുന്നതല്ല. അതിൻ്റെ മുകളിലുള്ള ആരും ഇന്ന് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടതാ ഒരു രാത്രിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ആരും അത് എതിർത്തിട്ടില്ല. ഒരാളും നടപടിക്ക് രാഹുലിനെ കൊണ്ടുപോയി നിർത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കൂട്ടം അവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ ആണ് നമ്മൾ ഈ ചർച്ച ഇപ്പോഴും സംഘടിപ്പിക്കുന്നത്. ഹണി, തുറന്നു പറയാൻ അവിടെ രാഷ്ട്രീയം നോക്കേണ്ടതൊന്നുമില്ല ഈ ഘട്ടത്തിൽ. ഹണി ഭാസ്കരൻ, യെസ്. ഗായത്രി, ഞാൻ ഗായത്രി വർഷയിലേക്ക് വരികയാണ്. അതേ ചോദ്യം ഞാൻ ഗായത്രിയിലേക്ക് തന്നെ വരുന്നു. അതിനിടയ്ക്ക് ഹണി വരികയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ഗായത്രി, നോക്കൂ, ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അവിടെ ആ കൂട്ടത്തിൽ ആരൊക്കെയാണ്, ആരെയൊക്കെ സംരക്ഷിക്കുന്നു, എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞ ഓരോ വാക്കുകളെയും അതേപോലെ ഞാൻ ആവർത്തിക്കുന്നു എന്നാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ സൈൻ ചെയ്യുന്നത്. കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്നും ഇന്നലെയും അല്ല ഈ രാഹുലും ഷാഫിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്. രാഹുലും ഷാഫിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് പൊതുജനത്തിന് നമുക്ക് പലപ്പോഴും തോന്നും. ഏതേതെല്ലാം കാര്യങ്ങളുണ്ട്. വടകര ഇലക്ഷനിൽ കണ്ടു, പാലക്കാട് കണ്ടു, അവരുടെ സൈബർ ഇടങ്ങളുടെ അവരുടെ പോസ്റ്റുകൾ കാണുന്നുണ്ട്, അവരുടെ ഓരോ പ്രവർത്തികളും കാണുന്നുണ്ട്. ഇങ്ങനെ യുവാക്കളായിട്ടുള്ള രണ്ടുപേര് ഇത്രയധികം മോശമായ രീതിയിൽ, ഇത്രയധികം എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ മിനിമം ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ പ്രവർത്തികൾ ഈ കൂട്ടുകെട്ടിൽ കാണിക്കുമ്പോഴും കോൺഗ്രസ് അവരെ പിന്നെയും ഈ പറയുന്ന പോലെ ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ അവരെ വലുതാക്കി വളർത്തി, അവരെ മുന്നിൽ നിർത്തി, അവരെ റോൾ മോഡലുകളാക്കി കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങളായിട്ടുള്ള അടുത്ത തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നത് എന്തുകൊണ്ട് എന്ന് തന്നെ നമ്മളിപ്പോൾ ചിന്തിക്കണം. അപ്പോൾ ഇവർ കാണിക്കുന്നതിലും ഇവരെക്കുറിച്ച് പറയുന്നതിലും ഇവരെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നതിലും ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രതിപക്ഷ നേതാവാണേലും മറ്റ് നേതാക്കന്മാരാണേലും അവരുടെ കയ്യിലിരിപ്പും ഉണ്ട് എന്ന് നമ്മളിപ്പോൾ വായിച്ചെടുക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ പറയാനൊന്നുമില്ല. കാരണം എന്ത് പറയണം? കേരളത്തിൽ താമസിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ആവരുത്, ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത്, ഈ സമൂഹത്തിൽ ആ മനുഷ്യൻ്റെ മുഖം എങ്ങനെ ആവരുത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ആദ്യം മുതൽ, ഇപ്പോൾ മാത്രമല്ല ആദ്യം മുതൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവാവ് കാണിച്ചിട്ടുണ്ട്. വ്യാജൻ എന്ന് വിളിച്ചത് ഏത് അടിസ്ഥാനത്തിലാണ്? സ്വന്തം സ്വത്വവും സ്വന്തം രാഷ്ട്രീയ അസ്തിത്വവും വ്യാജ നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പിന്നെ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ മുഖമായിട്ട് കൊണ്ടു നടക്കുന്നു? അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി മൂല്യങ്ങളിൽ നിന്ന് എത്രമാത്രം പുറകോട്ട് പോയി? ഈ പോയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇത് ഇന്ത്യയുടെ പാരമ്പര്യമായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ഗാന്ധിജി നയിച്ച, നെഹ്റു കൊണ്ടു നടന്ന, അല്ലെങ്കിൽ അതേപോലെയുള്ളവരിലൂടെ വന്ന ഈ നമ്മളുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പൊതുമുഖവും പ്രതീക്ഷയുമായിരുന്ന ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ
ഇങ്ങേയറ്റത്തെ തലമുറ ഈ രീതിയിലാകുന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഏത് രീതിയിലാണ് പൊതുസമൂഹം പൊതുജനങ്ങൾ ആ പാർട്ടിയെ ഇവിടെ നിന്ന് ഇല്ലാതാക്കേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമേ അവശേഷിക്കുന്നു. എനിക്കത് മാത്രമേ ഇവിടെ ആ രീതിയിൽ പറയാനുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് രാഹുലിനോടോ ഈ പുരുഷന്മാരോടോ അല്ല. എനിക്ക് പറയാനുള്ളത് പ്രേംകുമാർ പറഞ്ഞു വെച്ച ഒരു ആശയം തന്നെയാണ്. എന്തുകൊണ്ട് കേരളം ഇന്ന് പരിപൂർണമായ ഒരു സ്ത്രീപക്ഷ കേരളമാണ്. അവിടെ രാഷ്ട്രീയം നോക്കാതെ, തൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കാതെ, മറ്റൊന്നും നോക്കാതെ സ്ത്രീകൾ അവരുടെ നേരെയുണ്ടാകുന്ന ഇത്ര ആക്രമണങ്ങൾ, ഇത്തരം പ്രകടനങ്ങൾ, പെർവേർട്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ള അവരോടുള്ള സമീപനങ്ങൾ ഒക്കെ തുറന്നു പറയാനുള്ള ധൈര്യത്തിലേക്ക് ഇപ്പോഴും നമ്മൾ പറയുന്ന ഈ പുരുഷ കേന്ദ്രീകൃത ലോകം അങ്ങനെയാണ്. ആ പുരുഷ കേന്ദ്രീകൃത ലോകത്തിൻ്റെ നടുവിൽ ഈ കൊച്ചു കേരളത്തിൽ ഏതൊരു പെണ്ണും മുന്നോട്ട് വന്നുകൊണ്ട് നമുക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എന്നെ ഇത് അയാളിങ്ങനെ ഹരാസ് ചെയ്യുന്നു, എന്നെ വൈകാരികമായി ഉപദ്രവിക്കുന്നു, എന്നെ അല്ലെങ്കിൽ എൻ്റെ പദവിയെ, എൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയാനുള്ള ധൈര്യത്തിലേക്ക് വന്നത് എന്തുകൊണ്ട്? ഇപ്പം ഇന്ന് വന്ന രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിലും പെർവേർട്ടഡ് ആയിട്ടുള്ള പൊതുസമൂഹം, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം രാഹുലിനേക്കാളും വലിയ രോഗികളാണ് എന്ന് തന്നെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുമാധ്യമങ്ങളിൽ വന്ന് കമൻ്റ് ഇടുന്നവരുടെ ചോദ്യം 3 വർഷക്കാലം ഈ പെണ്ണ് എവിടെയായിരുന്നു എന്നാണ്. റിനി എന്ന് പറയുന്ന പെണ്ണ് 3 വർഷക്കാലം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ 3 വർഷക്കാലം കേരളത്തിലുണ്ടായിരിക്കുന്ന സ്ത്രീപക്ഷ അന്തരീക്ഷം വളരെ വലുതാണ്. കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ, അവരുടെ അന്തസ്സിനെ, പദവിയെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ പദവിക്ക് മാന്യത കൽപ്പിക്കാനുമുള്ള ഒരു സിസ്റ്റമുണ്ട്. ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമുണ്ട്, ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്, അതിലൂടെ ബോധവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. ഇന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കുന്ന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ നമ്മളോട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരുടെ പേരിലാണ് പരാതി എന്ന് കൃത്യമായി പറയാനുള്ള ആർജവം പെൺകുട്ടികൾ കാണിക്കണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ വൈകാരികമായോ സാമൂഹ്യമായോ ഏതെങ്കിലും തരത്തിൽ പെണ്ണിൻ്റെ അന്തസ്സിന് നേരെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ അതിനെടുക്കാനുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ജാഗ്രതയുള്ള ഒരു സിസ്റ്റം ഇവിടെയുണ്ട് എന്ന് നമ്മൾ കരുതുന്നിടത്താണ് ഈ പെൺകുട്ടികൾക്ക് ഈ ധൈര്യം വരുന്നത്. അതിനെയാണ് നമ്മൾ വലുതായി കാണേണ്ടത്. അതുകൊണ്ട് പെൺകുട്ടികളോടും സ്ത്രീകളോടും ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞതുപോലെ കൊച്ചു പെൺകുട്ടികളൊന്നും അല്ല, അമ്മൂമ്മമാരുൾപ്പെടെയുള്ള സ്ത്രീകളോട് അവർ ജനിച്ചു വളർന്ന കാലഘട്ടമല്ല കേരളത്തിൽ ഇപ്പോൾ, അവർ ജനിച്ചു വളർന്ന അന്തരീക്ഷമല്ല കേരളത്തിപ്പോൾ. നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തെ, നമ്മൾക്ക് കിട്ടുന്ന ജാഗ്രതയെ, നമുക്ക് കിട്ടുന്ന ഈ പദവിയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭരണഘടനാപരമായി ജനാധിപത്യപരമായി സംരക്ഷിക്കാൻ കിട്ടുന്ന അവസരത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് നേടിയെടുക്കാനുള്ള ശ്രമം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. യെസ് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഒന്നും ഇടപെടാത്തത്. ഹണി ഭാസ്കരൻ ഇപ്പോൾ 1 മിനിറ്റ് നേരത്തെ ഞാൻ വീണ്ടും ലൈനിൽ നിർത്തിയിട്ടുണ്ട്. ഹണി ഭാസ്കരൻ, ഇതാ നോക്കൂ, ഇപ്പോൾ ഗായത്രി വർഷയും ഡോക്ടർ പ്രേംകുമാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. പക്ഷേ കേരളം ഇങ്ങനെ മാറിയപ്പോഴും നേരം വെളുക്കാത്ത ഒരു വിഭാഗത്തിൽ കണ്ട കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അവിടെ കണ്ട ഒരു വൈകൃതത്തിൻ്റെ നായകനാണ്. ആ നായകന് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ ചില പേരുകൾ ഇവിടെ നമ്മൾ പരാമർശിച്ചു. ആ പ്രശ്നത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ആളിനെ തോളോട് തോൾ ചേർത്ത് നിർത്തിയ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, പരാതി പറഞ്ഞ ആളുകളുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉള്ളപ്പോൾ അവർ ഇപ്പോഴും ഒരു അവസരം നടപടിയെടുത്ത് ഇയാളെ പുറത്താക്കാനോ മാറി നിൽക്കാനോ അവസരം കൊടുക്കാതെ അയാൾക്ക് സ്വയം രാജിവെച്ചുകൊണ്ട് ഹൂ കെയേഴ്സ് എന്ന് വീണ്ടും ചോദിക്കാൻ സമയം കൊടുത്ത ആ ഒരു സിസ്റ്റമാണ് അവിടെയുള്ളത്. അതിൻ്റെ കാരണക്കാരെ ഇനിയും തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്ന്, കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഹണി ഭാസ്കറിന്? ഇതില് എനിക്ക് തോന്നുന്ന കാര്യം, രാഹുലിനേക്കാള് ഇതില് തെറ്റ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ്. അതിന്റെ കാരണം അയാള് മറ്റു സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നുള്ളതല്ല, രാഹുലിന് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതുപോലെയുള്ള ആൾക്കെതിരെ ആ യൂത്ത് കോൺഗ്രസിലുള്ള സ്ത്രീകൾ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇയാൾക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുത്തത് ആരാണ്? ഷാഫിയാണല്ലേ.
അയാൾക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് ഇര പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഷാഫി ശരിക്കും ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി തരേണ്ടതുണ്ട്. ബീഹാറിലേക്ക് ഇവിടുന്ന് മുങ്ങിയത് കൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഷാഫിയോട് നേരിട്ട് പോയി പരാതി പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരെടുത്ത്, MA ഷഹനാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞത്. അവര് ഷാഫിക്ക് നേരിട്ടൊരു പരാതി കൊടുത്തിട്ട് പോലും ഷാഫി അതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നിലപാടെടുക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാങ്കൂട്ടം ഇപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നിട്ട് പ്രതികരണം നടത്തുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഈ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ വളരാനുള്ള മണ്ണുണ്ടാക്കി കൊടുത്ത ഷാഫി പറമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ പാനലിലുള്ള വർഷ അവര് സംസാരിച്ച സ്ത്രീകളുടെ മുന്നേറ്റങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട പിന്തുണയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ 2 ദിവസമായിട്ട് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കിങ്ങിലേക്കൂടെയാണ് ഞാനിപ്പം കടന്നു പോകുന്നത്. ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന പുരുഷന്മാരുടെയും ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അങ്ങേയറ്റം അശ്ലീലം പറഞ്ഞുകൊണ്ട് എത്രയോ പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു വിഷയവുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ ഏറ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ പോലത്തെ സ്ത്രീകൾ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഈ ധൈര്യം എനിക്കുണ്ട്. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എന്റെ കൺമുന്നിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു മെജോറിറ്റി ആളുകളും ഇവിടെ വേട്ടക്കാരനെ ആഘോഷിക്കുകയും ഇരകളെ ഒറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നതെന്നുള്ളതിന് വേറെ എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കെതിരെ ഈ 2 ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും സ്ലട്ട് ഷെയ്മിങ്ങും മാത്രം, അതിന്റെ നമ്പേഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ. ഇവിടെ മാധ്യമങ്ങളുടെയും ഒരു മൈനോറിറ്റി വിഭാഗം ഇരകൾക്കൊപ്പം നിൽക്കുന്ന, ഇപ്പം പ്രേമേട്ടനെ പോലെയൊക്കെ വളരെ ശക്തമായിട്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു സംസാരിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരിലാണ് എന്നെപ്പോലുള്ള സ്ത്രീകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അവരൊക്കെ മുൻപോട്ട് നടക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തെളിച്ചു തരുന്ന ഒരു ചെറിയ വെളിച്ചത്തിലേക്കൂടെയാണ് ഞാനടക്കമുള്ള സ്ത്രീകൾ വന്നിട്ട് ഇത്തരം ആണുങ്ങൾക്ക് എതിരെ കൃത്യമായ ധാരണകളോട് കൂടെ വന്നിട്ട് വർത്തമാനം പറയുന്നത്. ആ സ്ത്രീകളെ ആ നിമിഷത്തിൽ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം കൂട്ടമായിട്ട് ആക്രമിക്കുന്നതും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും, ഇനി ഒരിരകളും ഇത്തരം പേവേർട്ടുകൾക്കെതിരെ വർത്തമാനം പറയാത്ത രീതിയിൽ അവരെ ബ്ലോക്ക് ചെയ്യുന്ന, റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇവിടെ സോഷ്യൽ മീഡിയയും യൂത്ത് കോൺഗ്രസും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലതുപക്ഷ ടീമാണ് ഈ സൈബർ ബുള്ളിങ് മുഴുവനും എനിക്ക് ചുറ്റും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചുറ്റും കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൂടെ കടന്നുപോയിട്ടുള്ള സ്ത്രീകൾ മുൻപോട്ട് വരിക? അവരുടെ പേരുകൾ റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു ചാറ്റിനെ കുറിച്ച്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അയാൾ പ്രൊജക്ട് ചെയ്ത രീതിയെക്കുറിച്ച് ഒരു ചാറ്റ് വന്നപ്പോൾ എനിക്കെതിരെ ഇത്രയും മോശമായ രീതിയിൽ ഈ ആൾക്കൂട്ടം അറ്റാക്ക് നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഒരു അബോർഷൻ കേസ് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തരം സ്ത്രീകൾ പരാതിയുമായിട്ട് മുൻപോട്ട് പോയാൽ അവര് ഈ വേട്ടക്കാരുടെ പേരുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരകളുടെ പേര് വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കൂട്ടം അവരുടെ ജീവിതം ബ്ലോക്ക് ചെയ്ത് കളയുമെന്നുള്ളതാണ്. നമ്മുടെ പ്രബുദ്ധ കേരളം സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള പാതയായിട്ട് ഇത്തരം കൂട്ടങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ആ രീതിയിലേക്ക് നമ്മുടെ നാടും മനുഷ്യരും വളരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അത് എൻ്റെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമാണ്. അപ്പോഴും എനിക്ക് ഇത്തരത്തിൽ വീണുപോയ സ്ത്രീകളോട്, അല്ലെങ്കിൽ എനിക്കൊപ്പമോ എനിക്ക് പിന്നാലെയോ നടക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, ആദ്യം അവർ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രോമയെ അതിജീവിക്കുക എന്നുള്ളതാണ് എല്ലാ ഇരകളും ആദ്യം നേരിടേണ്ട വിഷയമെന്ന് പറയുന്നത്. നമുക്കൊരു ഇരയോട് പോയിട്ട് നിങ്ങൾ പേര് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്യാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. അവർ ആ മുറിവ് ഹീൽ ചെയ്ത് വെളിയിൽ വന്നു കഴിയുമ്പോൾ ഇതേപോലെ പുറത്തേക്ക് സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. എന്നെ പോലെയുള്ള കുറേ മനുഷ്യർ അവർക്കൊപ്പം ഉണ്ടാകും എന്നുകൂടെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്റെ ബെനഫിറ്റ് എടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീകളാണ്. കാരണം ഈ മാങ്കൂട്ടം ഉൾപ്പെടുന്ന
ഈ ഇടത്തിലേക്ക് പോയിട്ട് ഇടപെടുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, കോൺഗ്രസ് കുടുംബങ്ങളിൽ പറ്റിയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ്. അപ്പോ നമ്മളെ പോലെയുള്ള സ്ത്രീകൾ പറയുന്നതിന് ഈ വിഷയത്തിലെ ബെനിഫിറ്റ് ആർക്കാണ് ശരിക്കും? കോൺഗ്രസുകാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോ കൂടുതൽ ആളുകൾ ഇരകളെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് വരികയും ഇത്തരം വേട്ടക്കാരിരിക്കുന്ന, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രബലരാണെങ്കിൽ അവരെ നിസ്സംശയം തള്ളിപ്പറഞ്ഞുകൊണ്ട് അത്തരം സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിനെ മറ്റൊരു രീതിയിൽ വായിച്ചാൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെന്ന് പറയേണ്ടി വരുന്നു. ഈ അർത്ഥത്തിലാണെങ്കിൽ ആരൊക്കെയോ തടവിൽ നിർത്തിയിരിക്കുന്ന, പുറത്തേക്ക് വരാനാകാത്ത രീതിയിൽ നിർത്തിയിരിക്കുന്ന ആ സ്ത്രീകൾക്ക് ഉള്ള ഐക്യദാർഢ്യം, അതാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളിലൊക്കെ ഉള്ളത്. ഹണി ഭാസ്കർ അതിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. വളരെ നന്ദി ഹണി ഭാസ്കർ ഈ നിമിഷങ്ങളിൽ തുടർന്നതിന്. എനിക്ക് മറ്റതിഥികളിലേക്ക് ഞാൻ പോവുകയാണ്. അതിനു മുമ്പ് നോക്കൂ, ഒരു MLA നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് അനിൽകുമാർ താങ്കളിലേക്ക് വരാം. ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏൽക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ പിന്നെ അത് പിന്നെ അത് വളരുന്നേ അത് താനറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ലയോ? തന്തയില്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആരോടും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അത് എങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. കെ അനിൽകുമാർ, നോക്കൂ, ഒരു MLA ഇങ്ങനെ ഒരു സ്ത്രീയോട് പറയുന്നു. വളരെ ബോൾഡായ ഒരു സ്ത്രീ. ഇപ്പുറത്ത് അവരെടുത്ത നിലപാട് നമ്മൾ കണ്ടു, അതെന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. പക്ഷേ എത്ര പേർക്ക് ഇതുപോലെ പറയാനാകും? ഇയാളുടെ ഈ ചെയ്തികൾ, ഇയാളുടെ ഈ ചരിത്രം നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഇത് എത്രയായിരിക്കും ഇതിൻ്റെ എക്സ്റ്റെൻറ്റ്? ഇത് എവിടെയൊക്കെ ഉണ്ട് പരാതികൾ ഇനിയും പുറത്തു വരാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം? ഇത് ഒരു കമ്മീഷൻ കൊണ്ട് തീരുന്ന കാര്യങ്ങളാണോ എന്ന് പോലും തമാശയ്ക്ക് ചോദിക്കുന്നവരുണ്ട്. തമാശയല്ല അത് അനിൽകുമാർ. കേരളത്തിലെ ഒരു ചാനലിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ഇപ്പോൾ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കേട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകരിൽ ഒന്നിലേറെ ആളുകൾ ഇയാളുടെ വലയിൽ വീഴുകയും ഇപ്രകാരം കെടിയിലാവുകയും അതിൻ്റെ ഭാഗമായി ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനോടുള്ള ഒരമ്മയുടെ സ്നേഹം ഒരു ഭാഗത്തും, ഇത്തരമൊരു പതനത്തിലേക്ക് ചെന്നുപെട്ടപ്പോൾ സ്വന്തം അമ്മ ആ അമ്മയുടെ ഒരു മകളായി തീരുമ്പോൾ അമ്മ ഈ സമൂഹത്തിനകത്ത് നീറി മരിക്കുന്നതോർത്ത് ഒരമ്മയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വിടയിൽപ്പെടുന്ന നിരാലംബയായ ഒരു സ്ത്രീയുടെ വേദന, നിലവിളി, ആ നിലവിളി കേൾക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറയുക മാത്രമല്ല, ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള വഴിയെന്ത് എന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് ഗൂഗിളിൽ നോക്കി അധിക പുതിയ സാങ്കേതികവിദ്യയെല്ലാം ഉപയോഗിച്ച് അത് നിർവഹിക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെയാണ് ഈ സംഭാഷണത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഞെട്ടിക്കുന്നത് അതല്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് 4 കൊല്ലം മുമ്പേ അറിയാം. അതുകൊണ്ട് എന്നെ ഇതൊന്നും ഞെട്ടിക്കുന്ന കാര്യമല്ല. ഇയാളെ ഞാൻ 4 കൊല്ലം മുമ്പ് ഇതേപോലെ ദുരനുഭവം ഉണ്ടായ ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 4 കൊല്ലം മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യം ഇന്ന് കുറേ ആളുകൾ ഇന്നലെ വെളിപ്പെടുത്തിയെന്നല്ലാതെ എനിക്ക് പുതിയൊരു അത്ഭുതമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഞാൻ 1 മാസം മുമ്പ് ഈ ചർച്ച പങ്കെടുക്കുന്ന പ്രേംകുമാറുമായി പങ്കിട്ടു എന്നുള്ളതും, അദ്ദേഹം മാപ്പപേക്ഷിച്ച ഘട്ടത്തിൽ നിങ്ങൾ മാപ്പപേക്ഷിച്ചൊക്കെ ശരിയാണ്, പക്ഷേ വസ്തുത ഇതാണ് എന്ന കാര്യം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇന്ന് പുറത്തു വന്ന മറ്റൊരു സംഭാഷണമുണ്ടല്ലോ. ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ പോയി ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇവർ രണ്ടാളും കണ്ടുമുട്ടുന്ന ആ ചാനൽ ചർച്ചയിൽ ഞാൻ സാക്ഷിയാണ്. ഞാൻ ആ ചാനൽ ചർച്ചയിലുണ്ട്.
തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ചാനൽ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച കുട്ടിയാണ് ഇന്ന് ഇവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കുട്ടി ട്രാൻസ്ജെൻഡർ എന്നുള്ളത് എനിക്കറിയാം. ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അവർ BJP-കാരിയായിരുന്നു. അല്പം കോലാഹലമൊക്കെ നടന്നൊരു ചാനൽ ചർച്ചയാണ്. ഒരു BJP-കാരിയായിരുന്ന ചാനൽ ചർച്ച പങ്കെടുത്ത് BJP-ക്ക് വേണ്ടി വീറോടെ എതിർഭാഗത്ത് വാദമുന്നയിച്ച ഒരാളെ അന്ന് തന്നെ പരിചയപ്പെട്ട് അവർക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള വാർത്തയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല BJP-യിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വനിതയെ പാർട്ടിലാക്കാൻ അദ്ദേഹം അന്നേ പുറപ്പെട്ടിരിക്കുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് 10 ദിവസം മുമ്പത്തെ സംഭവമാണ് ഈ പറയണത്. ഇന്ന് അത് മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാനതിൽ സാക്ഷിയാണല്ലോ എന്ന് വീണ്ടും ഞാൻ ഓർത്തുപോയി. ഇന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഞാൻ പറയാം. ഇതുപോലൊരു അശ്ലീല സന്ദേശം അയച്ചാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ചോദിച്ചത് അടുത്ത ഭരണം 100 സീറ്റ് നേടി പിടിക്കുമെന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇതുപോലൊരു അശ്ലീല സന്ദേശം അയച്ചതിന് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അപ്പം അദ്ദേഹം തൂക്കിക്കൊല്ലണ്ട, ഈ വ്യക്തിയോട് ചോദിച്ചോ. ഈ വ്യക്തി ഇന്നോ 1:15 മണിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് എന്നോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ് സത്യം? ഇന്നലെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള അഭിവന്ധിയായ ഒരു മാധ്യമ പ്രവർത്തക, അഭിവന്ധിയായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ പ്രതിപക്ഷ നേതാവിനെ പിതാവിനെ പോലെ കാണുന്ന റിനി ജോർജ്, അവർക്കെതിരായി നടന്ന സൈനിക വേട്ട അല്ലെങ്കിൽ മാധ്യമ വേട്ട അല്ലെങ്കിൽ അവർക്കെതിരായിരുന്ന സൈബർ വേട്ട അവിടെ കിടക്കട്ടെ. AK സെൻറ്ററിൽ നിന്നും സരിത പുറപ്പെട്ടു. AK സെൻറ്ററിൽ നിന്നും ചില ആളുകൾ പുറപ്പെട്ടു, വലിയൊരു പുറപ്പെട്ടു എന്നൊക്കെയായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീംസ് ഇന്നലെ തൊട്ട് അവരെ വരിഞ്ഞു മുറുക്കിയത്. എന്തായാലും പിതൃതുല്യനായിട്ട് ബഹുമാനപ്പെട്ട സതീശനെ കാണുന്നവർ ബഹുമാനപ്പെട്ട സതീശനോട് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു എന്ന് സതീശൻ പറയുന്നു. ഒരു പിതാവ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഈ മാന്യ വ്യക്തി MLA അങ്ങനൊരു വിവരം പ്രതിപക്ഷ നേതാവ് എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് ഇന്ന് 1:30 പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇതുപോലൊരു അശ്ലീല സന്ദേശം അയച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അപ്പോൾ എന്തു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതുപോലെയൊക്കെയുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ക്ലിപ്പുകൾ കണ്ടാൽ നോക്കിപ്പോകാത്തത് ആരാണ്, മറുപടി പറയാത്തത്, അതിനോട് പ്രതികരിക്കാത്തത് ആരാണ് എന്നൊക്കെ. അല്ല, അത് തൃക്കാക്കരയിലായിരുന്നു. ഇതുപോലുള്ളൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്ന് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദിച്ചതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമ പരിലാളനയിൽ ഇവർക്കൊക്കെ വളരെ വളരെ ഇതായിരുന്നു. ഇന്ന് ഈ അടൂരിലെ പത്രസമ്മേളനത്തിൽ കൈരളിക്കെതിരായി ചീറുന്ന കണ്ടല്ലോ ഈ മാന്യൻ. കൈരളിക്കെതിരായിട്ട് ചീറുന്നു. കൈരളിക്കെതിരായിട്ട് ചീറിയ ശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ക്രിമിനൽ കേസുണ്ടോ? ക്രിമിനൽ കേസുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന പ്രമുഖയായ ഒരു KSUവിൻ്റെ തന്നെ പ്രവർത്തകയായിട്ടുള്ളൊരു കുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചിട്ടില്ലേ? ഈ കേരളത്തിൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ആ കുട്ടിയോട് എത്രത്തോളം മോശമായിട്ടാണ് ഈ വ്യക്തി പെരുമാറിയത്. അവസാനം വിഭാഗത്തിലേക്ക് എത്തണമെന്ന് നിർബന്ധം വന്നപ്പോൾ അവർ ജാതി അതായിപ്പോയി, കീഴ്ജാതിയായിപ്പോയി. അവർ കീഴ്ജാതിയായിപ്പോയെന്ന് പറഞ്ഞാൽ അവരുടെ ജാതി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അറപ്പുള്ള ജാതിയാണ്. അപ്പോൾ അറപ്പുള്ള ജാതിയായി കഴിഞ്ഞാൽ പണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിൽ ഒരു സമുദായത്തിൽ മതത്തിലെ സമുദായത്തിൽപ്പെട്ടയാൾ താഴ്ന്ന ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റായ നിലയ്ക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയ്ക്ക് KSU പ്രവർത്തക എന്ന നിലയ്ക്കുണ്ടായ ബന്ധത്തെ ദുരുപയോഗപ്പെടുത്തി. എന്നിട്ടും എന്തേ കോൺഗ്രസ് അനങ്ങിയില്ല? എൻ്റെ ചോദ്യം. KSUവിൽ പ്രവർത്തിക്കുന്ന, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കന്മാർക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീടുകളിലെ ഇന്നലെ റിനി ജോർജ് വെളിപ്പെടുത്തിയ കാര്യം എന്താണ്? കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാര്യമാർ, പെൺമക്കൾ ഇതിനിരയായതിൻ്റെ വിവരം അവരുടെ പക്കലുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചല്ലോ, തെളിവുണ്ടോ, എൻ്റെ പേര് പറഞ്ഞോ, തെളിവുണ്ടോ? ചോദിച്ചതിന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നല്ലോ തെളിവ്, സംഭാഷണങ്ങൾ പുറത്തു വന്നല്ലോ. ആ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള തെളിവ് അവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, എനിക്കൊരു പ്രസ്ഥാനത്തോട് കൂറുണ്ട്, സ്നേഹമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉച്ചയ്ക്കും ഈ ബഹുമാനപ്പെട്ട വ്യക്തിയെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ഒരു അശ്ലീല സന്ദേശം അയച്ചാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? എന്തു ചെയ്യണം കോൺഗ്രസ്? യെസ്, അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ റെനി ജോർജ് ഇന്നലെ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണ്? ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെ, കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾക്കെതിരെ നിങ്ങൾ ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സോളാർ കേസിൽ പെട്ടിട്ട് എന്തായി എന്ന് മറുചോദ്യം ചോദിക്കുകയാണ് ഇയാൾ ചെയ്തത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ വിഷയം അവസാനിക്കുന്നതല്ല. ഒരു MLA സ്ഥാനത്തിൻ്റെ രാജിയല്ല പ്രശ്നം. ഈ വ്യക്തിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. റൈറ്റ് റൈറ്റ്. കോൺഗ്രസിൽപ്പെട്ട വനിതകൾ തന്നെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കുമോ എന്ന ചോദ്യത്തിനാണ് KPCC ഉത്തരം പറയേണ്ടത്, AICC ഉത്തരം പറയേണ്ടത്, കോൺഗ്രസ് ഉത്തരം പറയേണ്ടത്. മറ്റൊരു കാര്യത്തിലും രാഷ്ട്രീയമായ തീരുമാനം ഇപ്പോൾ ആവശ്യമില്ല. യെസ്, ജോർജ് പൊടിപ്പാറ, കോൺഗ്രസിനെ കുറിച്ച് പഠിക്കുന്ന, കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന, കോൺഗ്രസിനെ കുറിച്ച് നിരീക്ഷണം നടത്തുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് താങ്കൾ ഇന്ന് ഉള്ളത് എന്നെനിക്കറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന താങ്കളോട് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്, ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന, ഇന്ന് രാവിലെ മുതൽ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിലേക്ക് ഞാൻ താങ്കളെ പരിക്കേൽപ്പിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആ മാന്യത പുലർത്തിക്കൊണ്ട് തന്നെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, കോൺഗ്രസ് ഇന്ന് എന്തെങ്കിലും ചെയ്തോ? ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മിനിമം ചെയ്യേണ്ടത് പുറത്താക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു ആരോപണത്തിന് വിധേയനായ ഇയാളെ പുറത്താക്കുക എന്നുള്ളത് ചെയ്യണ്ടേ? മിനിമം സസ്പെൻഡ് ചെയ്യണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം സമർപ്പിച്ച് പോയിരിക്കുന്നു. എന്ത് ചെയ്തു കോൺഗ്രസ്? ഡോക്ടർ ലാൽ, ഇന്നത്തെ ദിവസം എടുക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒരു ന്യായീകരണമായിട്ട് രംഗത്ത് വരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ആരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ആകെപ്പാടെ ഉള്ളൊരു സംഗതി എന്ന് പറയുന്നത്, ഇതിനകത്ത് നിയമപരമായ പരാതികൾ പോയിട്ടില്ല, പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ പരാതികളില്ല. അതുകൊണ്ട് തന്നെ ആ പരാതികൾ ഇല്ലാത്തടത്തോളം കാലം എവിടെ പരാതി എന്ന്, എവിടെ ക്രിമിനലായിട്ട് എനിക്കെതിരെ പരാതിയുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ധാർമ്മികമായിട്ട്, രാഷ്ട്രീയമായിട്ട് എല്ലാം രാഹുൽ അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ കൈരളിയെ സംബന്ധിച്ച്, കൈരളി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറയുന്ന പല കാര്യങ്ങളോടും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ മിനിമം മാന്യത കാണിക്കണം, സ്ത്രീകളോട് അന്തസ്സായിട്ട് പെരുമാറണം, തൻ്റെ പദവിയും തൻ്റെ പ്രശസ്തിയും തൻ്റെ കരിഷ്മയും പ്രതിച്ഛായയും തൻ്റെ കഴിവുകളും ഇങ്ങനെ വളയ്ക്കാനും ഉപയോഗിക്കാനും അല്ല അതിനുള്ളൊരു ഉപാധി ആക്കരുത് എന്നുള്ളത് മിനിമം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് വെറുതെ ഒഴുക്കമട്ടിൽ പറയുന്നതല്ല. സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പദവികൾ ഉപയോഗിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ജോർജ് പൊടിപ്പാറ, ഞാൻ ഒന്നിടപെടുന്നത് ഈ കാര്യത്തിൽ താങ്കളോട് ആവർത്തിച്ച് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടേണ്ട ആവശ്യവുമില്ല, അത് താങ്കൾക്കും അറിയാവുന്നതാണ്. താങ്കൾ ഇത്രയും നേരം പറഞ്ഞതിനോടൊക്കെ ഞാനും യോജിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള നിയമപരമായ ചോദ്യമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യണം എന്നുള്ളതും അവർ എന്ത് ചെയ്തു ഇത്രയും നേരം എന്നുള്ളതുമാണ്. ഡോക്ടർ ലാൽ, അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായിട്ട് ഈ വിഷയം വളരെ നന്നായിട്ട് ഉപയോഗിക്കാനും ആഘോഷിക്കാനും, ഞാൻ ആ വാക്ക് അടിവരായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഇൻവെർട്ടർ കോമയല്ല പറയുന്നത്, ആഘോഷിക്കാനുള്ള എല്ലാ അവകാശവും CPM-നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM-ന് നേരെ സൈബർ ഇടങ്ങളിലാവട്ടെ, ചാനൽ ചർച്ചകളിലാവട്ടെ, പൊതുവേദികളിലാവട്ടെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ
ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെടുകയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വല്ലാത്തൊരവസ്ഥയിൽ നഗ്നനാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൈരളി ചാനലിന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇടതു മുന്നണിക്ക് ആഹ്ലാദിക്കാനും അത് ഉപയോഗിക്കാനുള്ള എല്ലാ ജോർജ് പടിപ്പാറ, ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ഒരു ആഘോഷമോ അങ്ങനെ ഒരു തരത്തിലുള്ള ആഹ്ലാദമോ CPM നടത്തിയോന്ന് എനിക്കറിയില്ല. കൈരളി ചാനൽ അങ്ങനെ ആഹ്ലാദിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോയത് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ പറയുക. ഇതിലെന്തെങ്കിലും ഒന്ന് കൈരളി മുന്നോട്ട് വെച്ചതാണോ? ഇതിലെ പ്രശ്നം ഞാൻ പറയുന്നത്, ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ ഒരു തെറ്റുമില്ല. ഇതാണ് രാഷ്ട്രീയം, അവസരങ്ങളുടെ കലയാണല്ലോ രാഷ്ട്രീയം. രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ ഒരാൾ എക്സ്പോസ്ഡ് ആവുന്ന ദിവസം അത് കൈരളിയിൽ വലിയ ചർച്ചയാവുന്നു. അത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി ആഘോഷം എന്ന വാക്ക് കൂടിപ്പോയെങ്കിൽ ഞാൻ അത് പിൻവലിക്കുന്നു. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നില്ല. അതെ, അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതായത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ളതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് അലങ്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അതിനേക്കാൾ മുകളിലല്ലേ? അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വമാണെന്ന് പറയാം. ഡോക്ടർ ലാൽ ഇതൊന്ന് കേൾക്കുക. അതായത് കോൺഗ്രസിനും UDF-നും കൂടെ 41 42 MLA-മാരേ ഉള്ളൂ. നേരെ മറിച്ച് യൂത്ത് കോൺഗ്രസിന് 42 MLA-മാരുണ്ട്. പക്ഷെ യൂത്ത് കോൺഗ്രസിന് ഒറ്റ അധ്യക്ഷനേ ഉള്ളൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു MLA പോസ്റ്റിനെ, കോൺഗ്രസിന് തന്നെ 21 22 MLA-മാരുണ്ട്. അപ്പോൾ ഒരു MLA പോസ്റ്റിനേക്കാൾ വലിയ പദവി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ്. പാർട്ടിക്ക് അദ്ദേഹത്തിൽ നിന്ന് എടുക്കാവുന്നത്, ഇവിടെ ഒരു പ്രശ്നം എന്തായത് താങ്കൾ പറയുന്നത് അദ്ദേഹത്തിന് സ്വയം രാജിവെച്ച് സ്വയം ന്യായീകരിക്കാൻ പാർട്ടി അവസരം കൊടുത്തു എന്നാണ്. അത് മാറ്റിവെക്കുക. അതെങ്ങനെ മാറ്റിവെക്കും? അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ എത്രയോ അവസരമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതലല്ല ഈ പരാതികളൊക്കെ ഇവരുടെയൊക്കെ മുമ്പിൽ എത്തിയത് എന്നാണ് സാർ? VD സതീശന്റെ മുമ്പിൽ ഈ പരാതി എത്തിയത് എന്നാണ് സാർ? അദ്ദേഹം അത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നുള്ളതിന് എവിടെയുണ്ട് ഇപ്പോൾ ഉത്തരം? ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തലിനോട് രാജിവെക്കാൻ ഇവർ ആരെങ്കിലും പറഞ്ഞു എന്ന് ഇപ്പോഴും തെളിവുണ്ടോ? അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തലിനേക്കാൾ രാഷ്ട്രീയമായിട്ട് കൂടുതൽ ആവശ്യം ഷാഫിയുടെയും എന്താ പറയാ ഈ പറഞ്ഞ VD സതീശന്റെ ഒക്കെ ചോര രക്തമാണ്, അല്ലെങ്കിൽ അവരുടെ ഇമേജ് തകർക്കുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഇതുവരെ തകർന്നില്ല ഇവരുടെയൊക്കെ ഇമേജ്. ഈ സ്ത്രീകൾ ഇത്രയും പരാതി അവിടെ കാണിച്ചിട്ട് ആ കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക്, പെണ്ണുങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും ഈ മാന്യന്റെ പ്രവൃത്തി കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാതെ പരാതി പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാത്ത, ഇപ്പോഴും നടപടി എടുത്തിട്ടില്ലാത്ത ഈ കോൺഗ്രസുകാർക്ക് പ്രതിച്ഛായ ഇപ്പോഴും ഉണ്ടെന്നാണോ ജോർജ് പടിപ്പാറയുടെ രാഷ്ട്രീയ നിരീക്ഷണം? പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ പാർട്ടി, അതായത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി. പക്ഷെ അവിടെ കൊണ്ട് ആര് മാറ്റി? അയാൾക്ക് മാറേണ്ടി വന്നോ? അയാളിപ്പോ ആ പദവിയിലുണ്ടോ? എന്തിന്? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്റെ അനുയായികളായ കോൺഗ്രസുകാർക്ക് എന്നെക്കുറിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഞാനിതാ രാജിവെക്കുന്നു, അല്ലാതെ അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടില്ല മാറി നിൽക്കാൻ. സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമുക്ക് തൽക്കാലം അയാൾ ആ സ്ഥാനത്തില്ല. അപ്പൊ ഇത്രയും മതിയോ? നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഈ നാട്ടിൽ ഇനി മേലാൽ CPM-നോ BJP-ക്കോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ആരെങ്കിലും പ്രതിയായാൽ നമ്മൾ ആരും ഇങ്ങനെ നിരീക്ഷിക്കരുത്. അവരെ മോശമായി പറയരുത്. അവർക്ക് തോന്നുമ്പോൾ അവർ തോന്നിയതുപോലെ രാജിവെക്കും. അത് മതി. ഇതുവരെ സംഭവിച്ചിട്ടുള്ള നിങ്ങളൊക്കെ അതാണോ പറഞ്ഞത്? ആരൊക്കെ എത്ര പേര് രാജിവെച്ചിട്ടുണ്ട്? അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞത് എന്തായിരുന്നു സാർ? ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരാളാ. ആ സമരം ചെയ്ത അപ്പോഴൊക്കെ അത് വേണമെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങളൊക്കെ. അത് വേണം, രാഹുൽ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞവരാണ് നിങ്ങളൊക്കെ. അതിന് നിങ്ങൾ എന്ന് പറയണ്ട. ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, ക്ഷമിക്കണം ജോർജ് പടിപ്പാറ, ഞാൻ താങ്കളെ വ്യക്തിപരമായി പറഞ്ഞതല്ല, ക്ഷമിക്കണം. അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, രാഹുലിന് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്
അതിൻ്റെതായ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരിപ്പോ തൽക്കാലം രാഹുലിനെ കൊണ്ട് ആ പാർട്ടി പദവി രാജിവെപ്പിച്ചിരിക്കുന്നു. MLA പദവിയിൽ ഇനി തുടരണോ വേണ്ടയോ എന്നുള്ളത് അന്വേഷണം, പാർട്ടിയുടെ തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ പ്രേംകുമാർ, താങ്കളുടെ ഒരു മിനിറ്റിലെ നിരീക്ഷണം, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളുടെ ഒരു മിനിറ്റിലെ നിരീക്ഷണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം കൊണ്ട്, കോൺഗ്രസിന്റെ ഇടപെടൽ കൊണ്ട് രാജിവെച്ചിരിക്കുന്നു, താങ്കൾ അംഗീകരിക്കുന്നു? അതായത് എങ്ങനെയാണോ ഷാഫി പറമ്പിലും VT ബൽറാമും അവരുടേതായ രീതിയിൽ ഈ പേവേർട്ടിനെ സംരക്ഷിച്ചു നിർത്തുന്നത്, അതുപോലെ തന്നെയാണ് തന്റെ വാക്ചാതുര്യം കൊണ്ട് ജോർജ് പൊടിപ്പാറ ചെയ്യുന്നതും. ഇദ്ദേഹത്തിനോട് ഈ കാര്യത്തിൽ തർക്കിക്കാൻ ഞാനില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ യാതൊരു പ്രതിപത്തിയില്ല. അല്ല, നിങ്ങള് പട്ടിയാക്കാൻ നോക്കണ്ടേ. ഞാൻ ആടിനെ പട്ടിയാക്കാൻ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല, അത് ചെയ്യൂല. നിങ്ങൾ പറയുന്നതിന്റെ ഫലം അതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ പറയാം എന്തുകൊണ്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ പൊസിഷനുമാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കോൺഗ്രസ് ഉള്ളവരും, കോൺഗ്രസിലെ നേതാക്കളും, കോൺഗ്രസിലെ നേതാക്കളുടെ മക്കളും, മാധ്യമ പ്രവർത്തകരും അടക്കമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാത്ത ഒരൊറ്റ ഇടതുപക്ഷക്കാരിയെയും ഇയാൾ പീഡിപ്പിച്ചതായിട്ടോ ആക്രമിച്ചതായിട്ടോ നമുക്കറിയില്ല. എൻ്റെ അടുത്ത് പരാതി പറഞ്ഞവരെല്ലാം ഒന്നുകിൽ യൂത്ത് കോൺഗ്രസ് വനിതാ വിഭാഗത്തിലെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളാണ്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന കൂട്ടരാണ്. അതിനെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും സെൻട്രൽ പൊസിഷനിൽ ഇയാള് എന്താ പറയുക യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായോ വൈസ് പ്രസിഡന്റ് ആയോ എന്നുള്ള കാര്യമാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളുടെ പ്രശ്നം ആ ആംഗിളിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെയും VT ബൽറാമിന്റെയും ഷാഫിയുടെയും ഒക്കെ പ്രശ്നം. നിങ്ങളും VT ബൽറാമും ഷാഫിയും ഒരേ ടീമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഗായത്രി വർഷ, നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് നടപടി എടുത്തു എന്ന ചോദ്യത്തിന് ഇപ്പോൾ കിട്ടിയ ഉത്തരം ഇതാണ്. അല്ല, അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ അധികം അത്ഭുതപ്പെടുത്തുന്നു എന്നെ. കാരണം ഈ നമ്മളുടെ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനാപരമായി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുകയും അത് പ്രയോഗിക്കുകയും ചെയ്യേണ്ടുന്ന സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധിയായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പദവി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനമാണ് വലുത് എന്ന് പറയുന്ന നിരീക്ഷണത്തെ ഞാൻ വല്ലാതെ അപലപിക്കുകയാണ്. കാരണം ഇത്രയധികം ഗതികെട്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ യാതൊരു വിവരവും ഇല്ലാത്ത യുവാക്കളുടെ സംഘടനയായി മാറിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അല്ല ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് പ്രധാനം. ഞങ്ങളെപ്പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ അവകാശ സംരക്ഷണത്തിന്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തസ്സിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുത്തുന്ന ഈ വ്യാജനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർക്കെതിരെ ഉണ്ടാവേണ്ട നടപടിക്ക് നിയമം പുതുതായി നിർമ്മിക്കണമെങ്കിൽ ആ നിയമനിർമ്മാണ സഭയാണ് ഓരോ സംസ്ഥാനത്തെ നിയമസഭ. ആ സഭയ്ക്കകത്ത് നിയമം നിർമ്മിച്ചുകൊണ്ട് അത് കൃത്യമായി പ്രയോഗിക്കേണ്ടുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പാലക്കാടിന് തെറ്റുപറ്റിയെന്ന് 100 പ്രാവശ്യം ആവർത്തിച്ച് പറയുമെങ്കിലും പാലക്കാട് ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഈ കോൺഗ്രസ് എന്നാണ് പഠിക്കുന്നത്? ഇദ്ദേഹത്തെ പോലെ ഇത്രയും അധികം സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അതാണ് പറയുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അധപ്പതനം എത്രമാത്രമുണ്ട്? ഇവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെയോ ഇവിടുത്തെ ജനാധിപത്യ സംരക്ഷണ ഭരണത്തിനോ ഈ കോൺഗ്രസ് ഇനി എന്നാണ് അർഹതയുള്ള ഒരു പാർട്ടിയായി മാറുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജോർജ് പൊടിപ്പാറ, അതായത് താങ്കളുടെ നിരീക്ഷണം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും രാഹുലിന് സീറ്റ് കൊടുക്കാം, അദ്ദേഹത്തിന് MLA ആക്കാം, കോൺഗ്രസിന് അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കോൺഗ്രസിന് ഇപ്പോഴും ഷാഫിയുടെ വലത്തെ കൈ രാഹുലിനെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുക തന്നെയാണല്ലോ ഇപ്പോഴും. ആങ്കറുടെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയും ഇതിനെ എന്താ പറയുക ഏത് വെർഷനാക്കി മാറ്റുന്ന, അതിനെ വക്രീകരിക്കുന്ന ആ രീതിയിൽ ഗായത്രി വർഷ ചെയ്തതും താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ട്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാഷ്ട്രീയ സ്ഥാനമാണ് ഏറ്റവും പ്രധാനം. KPCC പ്രസിഡന്റ് സ്ഥാനമാണോ, സണ്ണി ജോസഫിന്റെ MLA സ്ഥാനമാണോ പ്രധാനം? ഗായത്രി വർഷ എന്ന് മറുപടി പറയും. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന പദവി. MLA-മാർ ഞാൻ നേരത്തെ പറഞ്ഞു 21 22 MLA-മാരുണ്ട്, അതിൽ ഒരാൾ മാത്രമാണ്. പക്ഷെ അതുപോലെയാണ്, അതായത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അംഗങ്ങളായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പാലക്കാടിന്റെ മാത്രം MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗായത്രി വർഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടപെടണ്ട. അതായത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്
അദ്ദേഹത്തിൽ നിന്ന് ആ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം സ്വയം രാജിവെച്ചതാകട്ടെ അല്ലെങ്കിൽ പാർട്ടി ആവശ്യപ്പെട്ട് രാജിവെച്ചതാകട്ടെ, ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് അല്ല. ഈ ആരോപണം വന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കി. ഇനി രണ്ടാമത് MLA പോസ്റ്റിൽ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടിക്ക് ആലോചിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നേതൃത്വത്തിന് ആലോചിക്കുന്നുണ്ടാവും, AICC അനിൽകുമാർ പാർട്ടി ആലോചിച്ചതൊന്നും ഇതുവരെ കണ്ടില്ല. ഈ കഴിഞ്ഞ പദവി എടുത്ത് മാറ്റിയെന്നൊക്കെ ജോർജ് പടിപ്പാറ നിരീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനി അടുത്തത് ബാക്കി ആലോചിക്കുമെന്നൊക്കെ പറയുന്നു. ശ്രീ അനിൽകുമാർ, താങ്കളുടെ മറുപടി അവസാനത്തെ. അല്ല, അശ്ലീല സന്ദേശം അയച്ചാൽ തൂക്കിക്കൊല്ലാനാവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുന്നിടത്തോളം കാലം എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് തലയുയർത്തി നിൽക്കാനാവുക? VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു ടീം ആരെയാ തൂക്കിക്കൊന്നത്? ആരെയാ? എൽദോസ് കുന്നപ്പള്ളിയാണോ? എത്ര പേരെ നമ്മളെ ഇതുപോലെ അശ്ലീല സന്ദേശം അയച്ച ആരോപണങ്ങൾ ഉയർന്നിട്ട് എത്ര പേരെ നമ്മൾ ഈ കേരളത്തിൽ തൂക്കി കൊന്നിട്ടുണ്ട്? ഞാൻ രാഹുലിനെ ന്യായീകരിക്കല്ല, അവനെ തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലണം, അത് വേറെ പ്രശ്നം. പക്ഷെ ഇത് രാഹുലിന് മാത്രമല്ല, ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്ത എല്ലാവർക്കും ബാധകമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ആണഹങ്കാരത്തിന്റെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ്, നിരീക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അനിൽകുമാർ, താങ്കൾ അവസാനിപ്പിക്കും. അതെ, അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതൊരാഭരണമാണ്. AICCയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പേരിൽ ഇത്തരം ഒരു ആരോപണം വന്നു. ഒരു സ്ഥാനവും തെറിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സംഘടനാ സെക്രട്ടറി വരെ ഉയർച്ചയുണ്ടായത് സോളാർ കേസ് വന്ന ശേഷമാണ്. അപ്പോൾ ഇത്തരം കേസിൽ പെടുമ്പോഴാണ് കൂടുതൽ പ്രൊമോഷൻ ലഭിക്കുന്നത് എന്ന് കണ്ടു വളർന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ മാതൃകയിൽ തന്നെയും കോൺഗ്രസ് വളർത്തും എന്ന ഉത്തമ വിശ്വാസമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് കൊടുത്തിരിക്കുന്നത്. ആരാകിൽ മിഴിയുള്ളവർ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞ പോലെ അത്തരം ഉദാഹരണങ്ങൾ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇത് തൂക്കിക്കൊല്ലാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി ചെയ്തു കൊള്ളാം, അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് പുറത്താക്കുമോ? ചോദ്യം. ഇത്തരം ആളുകളെ എന്തിന് കോൺഗ്രസ് ഇന്ന് പുറത്താക്കണം? മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായൊരു കാര്യത്തിനകത്ത് ഒരു വ്യക്തി മാത്രം ഇടപെട്ടതിൻ്റെ അപജയങ്ങളാണ്. ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആകെ, ആ പ്രസ്ഥാനത്തിലെ നിരവധി കുട്ടികളെ ആകെ, ആ പ്രസ്ഥാനത്തിലെ നിരവധി സ്ത്രീകളെ ആകെ അപമാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും ആ പ്രസ്ഥാനത്തോട് കൂറുള്ള ഒരു പെൺകുട്ടി ഇന്നലെ ധൈര്യമായി ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഹൂ കേഴ്സ് എന്ന് അഹങ്കാരം നിറഞ്ഞ വർത്തമാനം പറഞ്ഞ വ്യക്തിക്ക് ഇന്ന് ഈ സമയത്ത് രാജിവെക്കേണ്ടി വന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗർവ് അടങ്ങിയിട്ടില്ല. ഡോക്ടർ KP പ്രേംകുമാർ, അവസാനത്തെ 30 സെക്കൻഡിൽ താങ്കൾ പറയുക, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥിതി അവിടെയുണ്ടോ? കോൺഗ്രസിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കൂടുതൽ എന്താ പറയുക റിയാക്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഇപ്പോൾ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ക്രിമിനലുകളെ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി എല്ലാ പണികളും നടത്തുന്ന, കോൺഗ്രസിന് പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായവും കൃത്യമായ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടും കൂടെ എടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയ ഒരു ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നും അത് ഇനിയും വർക്ക് ചെയ്യുമെന്നും അത് എനിക്കും പ്രതീക്ഷ നൽകുന്നതാണ്. ഇത് ഞാൻ അനുഭവം കൊണ്ട് പറയുന്ന കാര്യമാണ്. ഇടതുപക്ഷം എന്നുള്ളത്, ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ എന്നുള്ളത്, കോൺഗ്രസിനകത്ത് പീഡനം അനുഭവിക്കുന്നവർക്ക് പോലും ആശയാവുന്നു തിരിച്ചറിയലാണ്. ഇടതുപക്ഷത്തിനോടൊപ്പം കുറച്ചു കാലം നിന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിലെ സ്ത്രീകൾക്കും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർക്കുമൊക്കെ ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോഴും നേരത്തെ ഗായത്രി ഒക്കെ പറഞ്ഞതുപോലെ ഈ സർക്കാർ ഇവിടെ ഉള്ളതും ഇന്നത്തെ ഈ കേരളത്തിൻ്റെ സാഹചര്യവും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് വലിയ ബലം നൽകുമ്പോഴും കോൺഗ്രസിനകത്ത് ഇപ്പോഴും കാര്യങ്ങൾ ശരിയല്ല. കോൺഗ്രസ് ഇപ്പോഴും ഒരാളോടും രാജിവെക്കാൻ പറഞ്ഞില്ല, രാഹുലിൻ്റെ നേരെ ഈ പരാതികൾ വന്നിട്ടും എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അത് ഇനി MLA സ്ഥാനം തുടരുമ്പോൾ എന്താണ് സംഭവിക്കുക? MLA ആയ രാഹുൽ ഇനി പാലക്കാട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക? ഷാഫി പറമ്പിൽ എന്തു പറയും? VD സതീശൻ നാളെ ഇതിന് വിശദമായ ഉത്തരം എങ്ങനെയൊക്കെ നൽകും? ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. സോളാർ കേസിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നോക്കൂ എന്ന് പറഞ്ഞ രാഹുൽ ആണ് ഇവിടെ പ്രതിരോധം തീർക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് അനിൽകുമാർ, ജോർജ് പൊടിപ്പാറ, ഗായത്രി വർഷ, ഡോക്ടർ KP പ്രേംകുമാർ, ഒപ്പം ഹണി ഭാസ്കരൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.